കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ കൂടുതൽ ആളുകൾ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾ 1 വർഷം ആയി. അപ്പോൾ പലയിടത്തും CCTV ദൃശ്യങ്ങൾ ഇനിയും വരാനുണ്ട്. കേരളം ഇനിയും ഞെട്ടാനുണ്ട്. അതാണ് സ്ഥിതി. പക്ഷേ കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ, കേരളത്തിന് പുറത്തുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഒരു 15-25 വർഷം മുമ്പുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭേദമാണ് കേരളത്തിലെ പോലീസ്, എത്രത്തോളം സിവിക്കായിട്ടാണ് പോലീസുകാർ ഇടപെടുന്നത് എന്നുള്ളത്. അത് കേരള പോലീസിനുണ്ടായ ഒരു വളരെ വലിയ മാറ്റമാണ്. ഞാനത് വളരെ 2 കാലത്തും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത്. കേരളത്തിന് പുറത്ത് വളരെ മോശമാണ് ഇപ്പോഴും സ്ഥിതി. അഴിമതിയുടെ കാര്യത്തിലായാലും അതിക്രമത്തിൻ്റെ കാര്യത്തിലായാലും പരാതിക്കാരുടെ കൂടെ നിൽക്കാത്തതിൻ്റെ കാര്യത്തിലായാലും. ഇതിനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, കേരളത്തിലെ പോലീസിനകത്തുണ്ടായ വളരെ വലിയ മാറ്റം. അത് ഭരണപരമായി തന്നെ വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം ഉണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും ആരടാ എന്ന് പോലീസ് ചോദിച്ചാൽ ഞാനടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ജനത കേരളത്തിലുള്ളത് കൊണ്ടും, പോലീസിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു സിവിക് സമൂഹം കേരളത്തിലുള്ളത് കൊണ്ടുമാണ്. അങ്ങനെ കേരളത്തിലെ പോലീസിനെ മര്യാദ പഠിപ്പിച്ച ഇവിടുത്തെ വളരെ വലിയ ജനകീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്.